എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മല്ലു സെക്ഷൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണിക്കുന്നത് വളരെ ലോ ബഡ്ജറ്റായിട്ട്, അതായത് വെറും 850 ഫീൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കിടുക്കാച്ചി ഊണ് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹോട്ടലാണ്. മെഹബുള്ള ബ്ലോക്ക് 3 കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു, ഞങ്ങൾക്ക് ഇന്നൊരു അവധി ദിവസമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നു ആ ഫുഡ് കഴിക്കാനായിട്ടാണ്. ഇത് ഞാൻ അറിഞ്ഞത് എൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുന്ന ദിനേട്ടൻ പറഞ്ഞിട്ടാണ്. ഇപ്പോൾ കുറേ നാളായിട്ട് ചേട്ടൻ ഇങ്ങനെ പറയുന്നു നല്ല ഒരു ഹോട്ടലുണ്ട്, നല്ല ചെറിയ ബഡ്ജറ്റിലൊക്കെ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് അതൊന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽപ്പുണ്ട്. ഞാൻ ആ കടയുടെ തൊട്ട് മുമ്പിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ മെഹബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം റിഫൈനറി പ്രോജക്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാരൂടെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ അതേ ടേസ്റ്റിൽ നല്ല വാഴയിലയിൽ അവർ നമുക്ക് ചോറ് തരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഊണ് മാത്രമല്ല, നല്ല ദം ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഹോട്ടലിൽ വന്ന് നേരെ അങ്ങോട്ട് പോകാം. അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർ എത്തിക്കാനായിട്ട് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം കേട്ടോ. വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു അവധി ദിവസം നമുക്ക് വീണ് കിട്ടിയത്. അപ്പോൾ അന്നത്തെ ഉച്ചയായപ്പോഴത്തേക്കും എന്താണ് കഴിക്കുക എന്നുള്ള ഒരു ആലോചന തുടങ്ങി. അങ്ങനെയാണ് അടക്കള ബിരിയാണി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് നമ്മുടെ ബ്ലോക്ക് 3 മെഹബുള്ള ബ്ലോക്ക് 3 ഉണ്ടെന്ന് അറിഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്നത് ബ്ലോക്ക് 2 അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ റെസ്റ്റോറൻറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ ഇതേ ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പോൾ അടുക്കള ബിരിയാണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 850 ഫീൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല നാടൻ ഊണ് കഴിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള പ്രവാസികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ചുരുക്കി ജീവിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങളും ഈ മെഹബുള്ള, മംഗഫ് അല്ലെങ്കിൽ അബൂലിഫ ഏരിയയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസ്റ്റോറൻറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാം. ഈ റെസ്റ്റോറൻറ്റിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാൻ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം കേട്ടോ. ദിനഞ്ചേട്ടാ, എന്താണ് നമ്മുടെ ഈ ഹോട്ടലിനെ പറ്റിയുള്ള അഭിപ്രായം? ഈ ഹോട്ടലിനെ ദിനഞ്ചേട്ടൻ പറഞ്ഞാണ് ഞാൻ ഈ ഹോട്ടലിനെ പറ്റി അറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്പെഷ്യൽ മീൻ വറുത്തതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ഈ ഹോട്ടലിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ 2-3 തരം 4 തരം കറിയുള്ളൂ. പക്ഷെ ആ കറി നമുക്ക് മുഴുവനും ടേസ്റ്റോട് കൂടി കഴിക്കാൻ കഴിയുന്നുണ്ട്. അത് വലിച്ചു മാറിയുള്ള കറികളൊന്നുമില്ല, വലിച്ചു മാറിയ കറിയില്ല, ഉള്ള കറികൾ ടേസ്റ്റ് ആണ് അല്ലേ? വളരെ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റുന്ന ഒരു നല്ലൊരു കട അല്ലേ? പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 850 ഫീൽസിന് ഈ രീതിയിലുള്ള വിഭവങ്ങൾ വെച്ചിട്ട് കൊടുക്കാൻ മറ്റൊരു കടകളിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ ഏരിയയിൽ വേറെ കടകൾ ഉണ്ട് എന്നുള്ള കാര്യം സംശയമാണ് അല്ലേ? ഇതേപോലെ ഒരു ദിനാറ് കുറച്ചിട്ടുള്ള ഒരു കടയില്ല. ഈ ഒരു ദിനാറില് നമുക്ക് ഒരു ചെറിയൊരു മീൻ വറുത്തതും കിട്ടും. മീൻ വറുത്തതും ഉണ്ട്. ഇത് 2 ടൈപ്പുള്ള മീൻ വറുത്തതാണ്. ചിലപ്പോ നുറുക്കു മീനും ഉണ്ടാവും, അയിലുണ്ടാവും. ഇന്നെന്താണെന്ന് പറയാൻ പറ്റില്ല. 2 ഐറ്റംസ് ഉണ്ട്, നമുക്ക് ചോയ്സ് ചെയ്യാം. നുറുക്കു മീൻ വേണം. ഇതൊക്കെ ഈ 850 ഫീൽസിന് കുവൈറ്റിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, അതിപ്പോ 750 ഫീൽസിന് ഇത് മെഹബുള്ളയിലാണുള്ളത് അല്ലേ? മെഹബുള്ള എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. നമ്മൾ ഈ കാണുന്ന ഏരിയയിൽ തന്നെയാണ് ഞങ്ങളൊക്കെ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. വെള്ളിയാഴ്ച ഒഴിച്ച് ബാക്കി എല്ലാ ദിവസങ്ങളും ഇവിടെ കിട്ടും അല്ലേ? വാഴയിലയിൽ. അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ട ദിനഞ്ചേട്ടൻ പറഞ്ഞാണ് നമ്മൾ ഈ കടയെ പറ്റി അറിയുന്നത്. ഒരു വട്ടം നമ്മൾ വന്നിട്ടുണ്ട്. അടക്കള ബിരിയാണി ഇത് ഈ കാണുന്നതാണ്. കാണുന്നില്ലല്ലേ? ഇറങ്ങിയിട്ട് കാണിക്കാം. നോ ഇഷ്യൂസ്. ഇതാണ്, ഞാനുണ്ട്, ദിനഞ്ചേട്ടനുണ്ട്. നോക്കാം. സംഭവം ഇവിടെ ഉണ്ടല്ലേ? ഇതേതാ അടക്കള ബിരിയാണി അല്ലേ? ഓക്കെ, വാഴയിലാണ് ഫുഡ് തരുന്നത് അല്ലേ? അവിടെ ദിനഞ്ചേട്ടൻ പറഞ്ഞിട്ടാണ് ഇത് അറിഞ്ഞത്. 850 ഫീൽസ്. ഒരു 10 ഐറ്റം ഉണ്ട്. എന്തേട്ടാ വാഴയിലോട് നിന്ന് കമ്പനിന്നാണോ? ഓക്കെ, കമ്പനി വാഴയിലയാണ് കേട്ടോ. വാഴയിലേക്ക് തന്നെ കൊടുക്കണം അല്ലേ ഏട്ടാ? എന്തിനും ചേട്ടാ ഈ വാഴയിലേക്ക് തന്നെ കൊടുക്കണം പൈസ? പിന്നെ നമ്മുടെ നാട്ടിൽ ഇത്ര ഫ്രഷ് ആയിട്ടുള്ള ഇവിടെ കിട്ടുമോ? കുവൈറ്റിൽ വേറെ സ്ഥലത്തുണ്ടോ വാഴയിലയിൽ ഊണ്? ഉണ്ടല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് ഏട്ടാ, തിരിച്ചായിരുന്നു. ഓക്കെ, ഫസ്റ്റ് തന്നെ അതെ നമ്മുടെ അച്ചാർ ഐറ്റംസ് ഒക്കെ വന്നു തുടങ്ങി. അടിപൊളി.
നമ്മൾ ഈ നല്ലൊരു സദ്യ കഴിക്കുന്ന പ്രതീതി. നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു വിഭവങ്ങളായിട്ടുള്ള ഒരു ഫുഡ് കിട്ടുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് ചെറിയൊരു ഓർമ്മകൾ, നല്ലൊരു ഓണത്തിന്റെ ഒക്കെ ഒരു ഓർമ്മ വരുന്നു. അതിന് ഈ ഹോട്ടലിൽ വന്ന് കഴിക്കുമ്പോൾ നൊസ്റ്റാൾജിയ. അതായത് ഒരു 4 കൂട്ടം കറികൾ, തൊടുകറികൾ ആദ്യം തന്നെ ഇങ്ങനെ വിളമ്പും കേട്ടോ. നല്ല വാഴയിലയിൽ ഇതുണ്ടോ ചാറ്, 4 ഐറ്റം ഇങ്ങനെ വിളമ്പും. സകല ഐറ്റംസും ഉണ്ടെന്നുള്ളതാണ്. നല്ലൊരു ഊണ് കഴിക്കാം. നല്ല വാഴയിലയിൽ നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള ഊണ് കഴിക്കാം. വാഴയിലയുടെ ക്വാളിറ്റി ഞാൻ പറഞ്ഞല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ല ചോറ്, നല്ല ചൂട് ചോറ്, ചൂട് ചോറ്, സൂപ്പർ. അതെ, അതിൻ്റെ തൊട്ട് പുറകെ തന്നെ അതെന്താ കേട്ടോ, ഇത് പാലക്കും പരിപ്പും. ഇതാണ് മീൻകറി. അപ്പോൾ ഇതിൻ്റെ 2 തരം മീൻകറി ഉണ്ട്. ചാറച്ചത് ഇത് 250 ഫിൽസിനാന്ന് ആലോചിക്കണം കേട്ടോ. അതിലൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. തൊട്ട് പുറകെ രസം വന്നു. ഇവരാണ് പപ്പടം എല്ലാം ആയെങ്കിലും ഒന്ന് പറയണം കേട്ടോ. അയിലയുണ്ട്, കിൻഫിഷ് ഉണ്ട്, പല മീനുകളുണ്ട്. അയിലയും കിൻഫിഷും എല്ലാ ഐറ്റംസും ഉണ്ടല്ലേ. ഏത് വേണോ അത് തരും. നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ തരും. നിങ്ങൾക്ക് ഏതാ കിൻഫിഷാ? എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയല്ലേ ഏട്ടാ? ഓരോ ദിവസം നമ്മൾ എല്ലാം 3 വീതം മീനുകളുണ്ടാവും. 3 വീതം 2 വീതം മീനുകളുണ്ടാവും. ഏതാ വേണ്ടി മീനുകളുണ്ടെങ്കിൽ സംഭവം നമ്മൾ ദിനചേട്ടൻ പറഞ്ഞപ്പോൾ നമ്മളത് വിചാരിച്ചില്ല എന്നുള്ളതാണ്. ഒരു രക്ഷയില്ല, കിട്ടുക ഐറ്റം. നിങ്ങളുണ്ട് ദിനചേട്ടാ, ഇനിയൊരു അഭിപ്രായം പറ. സകല ഐറ്റം വന്നോ? സകല ഐറ്റം വന്നു. ദിനചേട്ടൻ എത്ര നാളായിട്ട് ഈ കട അറിയാം? എനിക്ക് ഒരു കൊല്ലമായിട്ട് അറിയാം. മിക്കപ്പോഴും ഇവിടുന്ന് തന്നെയാണ് കഴിക്കുന്നത്. മിക്കവാറും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഈ പരിസരത്താണെങ്കിൽ ഹോട്ടലിലെ കഴിക്കാറുണ്ട്. അതായത് ഈ ഏരിയ വരികയാണെങ്കിൽ ഈ ടൈമിലൂടെ ഉണ്ടെങ്കിൽ ഇവിടെ കയറി കഴിച്ചിട്ടേ പോകത്തുള്ളൂ. നമ്മൾ ഫ്രീ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏരിയ കൂടെ പോവുകയാണെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് കഴിക്കുക. കാരണം മറ്റുള്ള നമ്മുടെ നാട്ടിലെയൊക്കെ ആ ഒരു ടേസ്റ്റിൽ നല്ല വാഴയിലയിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റും അല്ലേ? അതൊക്കെ രസമുണ്ട്. എല്ലാത്തരം കറികളും ഏകദേശം ഒരു നല്ലൊരു സദ്യയുടെ ഒരു ഇതുണ്ട് കേട്ടോ. 2 തരം മീനുണ്ട്, പപ്പടം, അതുപോലെ തന്നെ മീൻകറി, ഈ കാണുന്ന കറികളെല്ലാം ഒരു രക്ഷയില്ല. ഇനി ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം. എടുത്തു പറയേണ്ട കാര്യം 850 ഫിൽസിന് ഇത്രയും വിഭവങ്ങളുള്ള ഒരു ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് കുവൈറ്റ് പോലുള്ള രാജ്യത്ത് നിൽക്കുന്ന പ്രവാസികളെ സംബന്ധിച്ച് അത് വലിയൊരു കാര്യം തന്നെയാണ്. പല ഹോട്ടലിൽ കഴിച്ചിട്ടുണ്ട്. 15 വർഷമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതെ, നമുക്ക് ഈ കടക്കാരോട് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കാം. ഇവർക്ക് വേറെ എന്തൊക്കെ സർവീസ് ഉണ്ടെന്നും ചോദിച്ചറിയാം. എനിവേ നമുക്ക് കഴിക്കാം. സംഭവം വെറുതെ മുഖസ്തുതി പറയുന്നതല്ല, കിഡുവായിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള മീൻ വറുത്ത് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അത് പോരാതെ നമുക്ക് തേങ്ങ അരച്ച മീൻകറി, അതുപോലെ തന്നെ നല്ല ചമ്മന്തി, തൊടുകറികളെല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. അപ്പോൾ നിങ്ങൾ ഈ മെഗബുള്ള മംഗഫ് പോലുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവരാണെങ്കിൽ ചെറിയ ദൂരമേ ഉള്ളൂ. ഇത് ബ്ലോക്ക് 3-ലാണ്. എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോഴേ എനിക്ക് മെയിനായിട്ട് തോന്നിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വാഴയിലയാണ്. കാര്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ആ വാഴയില അതേ ഇതോട് കൂടിയിട്ട് പല സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിയ വാഴയില ടൈപ്പാണ്. പക്ഷേ ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഉള്ള വാഴയില നാട്ടിൽ കിട്ടുന്ന പോലെ നാട്ടിലുള്ള കമ്പനിയാണോ? നാട്ടിലുള്ള കമ്പനി തന്നെയാണ്, രാമനാട്ട്. ഓക്കെ. ഇതിപ്പോ നമ്മുടെ ഈ അടുക്കള, ഇത് കടയുടെ പേരെന്തായിരുന്നു? അടുക്കള അല്ലേ? അടുക്കള ബിരിയാണി. നമ്മുടെ മെഹബുള്ള ഏത് ബ്ലോക്കാണത്? ഇത് മെഹബുള്ള ബ്ലോക്ക് 3 ആണ് ഉള്ളത്. ബ്ലോക്ക് 3. പിന്നെ നമുക്ക് ബ്ലോക്ക് 1-ൽ 116 സ്ട്രീറ്റിൽ നമ്മൾ ഒരു ഷോപ്പും കൂടി ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇപ്പുറത്തായിട്ട് പിന്നെ 114 സ്ട്രീറ്റിൽ വേറെ ഷോപ്പും കൂടി ഉണ്ട്. അതായത് ഈ മെഹബുള്ളയിൽ തന്നെ നിങ്ങളുടെ ഒരു 3 ഷോപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചു.
ഇവിടെ എന്തൊക്കെയാണ് ഈ 850 ഫിൽസിന്റെ ഈ ഒരു ഊണാണ് മെയിനായിട്ട് കൊടുക്കുന്നത് അല്ലേ? എൻ്റെ ഒരു ഊണാണ്. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ ഉണ്ടോ? നമ്മളത് പിന്നെ ജീരകശാല ദമ്മ് ബിരിയാണി ഉണ്ടായിരുന്നു. ബിരിയാണി അത് ഡയറി ഉണ്ടായിരുന്നു. അതെല്ലാ ഡെയിലി ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ ദമ്മ് ബിരിയാണി നമ്മുടെ നാട്ടിലെ കൈമേരി ജീരകശാല റൈസിന്റെ നമ്മളെ ബിരിയാണി. ഓക്കെ. പിന്നെ നമ്മുടെ ഈ 850 ഫിൽസിന്റെ ഊണ് എല്ലാ ദിവസങ്ങളിലും ഉണ്ടോ? അത് വെള്ളിയാഴ്ചകളില്ലേ? വെള്ളിയാഴ്ചകൾ ഇല്ല. ഇൻഷാല്ലാ അടുത്ത ഒരു മാസം കൊണ്ട് ഇൻഷാല്ലാ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ ബാക്കിയുള്ള 2 ഷോപ്പിലും നമ്മൾ വെള്ളിയാഴ്ചകളും എല്ലാ ദിവസങ്ങളും ഒരേ മാതിരി നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ സമയം ഏകദേശം 1 മണിയായി, അതുകൊണ്ടാണ് ആൾക്കാർ കുറവ്. ഏത് നേരത്താണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ടൈം? 2 മണി 1:30 ഇങ്ങനെ എത്തിക്കൊള്ളുന്നതാണ്. കൂടുതലും ഈ ഏരിയ എന്ന് പറഞ്ഞാൽ മെഹബുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജോലിക്കാരൊക്കെയാണ്, അതായത് റിഫൈനറി പ്രൊജക്റ്റിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ ഒരു മെയിൻ ആയിട്ടുള്ള സംഭവമാണല്ലേ ഇത് എല്ലാവർക്കും. വേറെ എന്തെങ്കിലും സർവീസ് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഏതെങ്കിലും മെസ്സ് ടൈപ്പിലുള്ള എന്തെങ്കിലും സർവീസ് ആയിട്ട് നമ്മൾ ചെയ്യുന്നില്ല. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഓർഡറുകൾ വന്ന് നിൽക്കുകയാണ് പാർസൽ ചെയ്ത്. നിങ്ങൾ നാട്ടിലെവിടെയാണ്? ഞങ്ങള് മലപ്പുറം, കോഴിക്കോട് ഒക്കെ എല്ലാവർക്കും. എന്താ പേരെങ്ങനെ? പിന്നെ നമ്മളെ പേര് നിഷാദ്. അവിടെ സിദ്ദീഖ് രാവിലത്തെ ഡ്യൂട്ടിക്കാരൻ. സിദ്ദീഖ് അല്ലേ? ഈ നാട്ടിലെവിടെയാ? പാലക്കാട്. ഓക്കെ. പാലക്കാടിലാണ്. നിങ്ങൾ എത്ര സ്റ്റാഫ് ഇവിടെ ഉള്ളത്? ഇവിടെ 9 ആളുണ്ട്. എത്ര വർഷം ഇവിടെ വർക്ക് ചെയ്യുന്നു? കുറേ വർഷമായിട്ടാണ്. 2 വർഷമായിട്ട് ഇത് ഇവിടെ തന്നെയാണ്. എത്ര മണിക്ക് കടകളൊക്കെ തുറന്നത്? 24 hour ഉണ്ടോ? ഇല്ല, 24 രാവിലെ 4 മണിക്ക് ഓപ്പൺ ആവും. 4 മണിക്ക് നൈറ്റ് 1:30 വരെ ഉണ്ടാവും അല്ലേ? ഓക്കെ. പാർസൽ സൗകര്യം ഉണ്ട് അല്ലേ? നിങ്ങൾ ഓർഡറെല്ലാം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഡെലിവറി ചെയ്യുന്നുണ്ടോ? കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം സ്വീകരിക്കുന്നതാണ്. ഓർഡർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇവിടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ കൊണ്ട് കൊടുക്കും അല്ലേ? പിന്നെ കുറച്ച് ലോങ് എല്ലാം ആണെന്നുണ്ടെങ്കിൽ ഡെലിവറി അത് ഈ 850 ഫിൽസിന്റെ നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും നിങ്ങളുടെ ഫോൺ വിളിച്ച് പറയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡെലിവറി ചെയ്യാതെ തന്നെ നമ്മൾ ഈ ഏരിയയിലെല്ലാം കൊണ്ട് കൊടുക്കും. ഓക്കെ. നമ്മൾ പുതിയൊരു ഷോപ്പ് ഫാഹിലൊന്നും ഓപ്പൺ ആവുന്നുണ്ട്. സൂക്ക് സബിൽ. ഓക്കെ. അതെന്നാണ് ഓപ്പൺ ചെയ്യുന്നത്? 1-ാം തീയതി. ഈ വരുന്ന 1-ാം തീയതി ഓപ്പൺ ആണ് അല്ലേ? അടുക്കള ബിരിയാണി എന്ന് പറഞ്ഞ ഈ റെസ്റ്റോറൻറ്റ് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലിൻ്റെ അകത്തുള്ള നമ്മുടെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യുക. ഇവരുടെ കോൺടാക്ട് നമ്പർ, ഇവരുടെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ്. അതുവരയ്ക്കും എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ.